വെൽ പ്രിസേർവ്ഡ് മെഡീവിയൽ സിറ്റീസും ഫെയറി ടെയിൽ കാസിൽസും വിവിധതരം കലയും കൾച്ചറുമൊക്കെയായി ബാൾട്ടിക് കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ബാൾട്ടിക് സ്റ്റേറ്റ്സിലോട്ടാണ് ഈ യാത്ര. ഇറ്റലിയിൽ നിന്നും ആരംഭിച്ച് ഞങ്ങളുടെ ബാൾട്ടിക് ട്രിപ്പിൽ ഞങ്ങൾ ഏറ്റവും ആദ്യം പോയത് എസ്തോണിയയുടെ തലസ്ഥാനമായ ടള്ളിനിലേക്കാണ്. ടള്ളിനിൽ നിന്നും ബൈ റോഡ് ലാത്വിയയിലേക്ക്. അവിടെ ലാത്വിയയുടെ തലസ്ഥാനമായ റിഗയിൽ 2 നൈറ്റ് സ്പെൻഡ് ചെയ്ത് ബാൾട്ടിക് സ്റ്റേറ്റ്സിലെ ഏറ്റവും ലാർജസ്റ്റ് കൺട്രിയായ ലിത്വാനിയയിലെ വിൽനസിലേക്ക്. വിൽനസിൽ നിന്നും ട്രിപ്പ് അവസാനിപ്പിച്ച് തിരിച്ച് ഇറ്റലിയിലേക്ക്. ഇതായിരുന്നു ഞങ്ങളുടെ ബാൾട്ടിക് ട്രിപ്പ് റൂട്ട് മാപ്പ്. ഹലോ ഗായ്സ്, അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ബാൾട്ടിക് കൺട്രീസിലോട്ടുള്ള ട്രിപ്പ് പോകുകയാണേ. ഇത് നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഫ്ലൈറ്റ് 6 മണിക്കായിരുന്നു. മാൽപെൻസ എയർപോർട്ടിൽ നിന്നായിരുന്നു ഫ്ലൈറ്റ്. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എയർപോർട്ടിലെത്തി. ഞങ്ങൾ ചെന്ന സമയത്തുണ്ടല്ലോ എയർപോർട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, എയർപോർട്ട് കാലിയായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്ത് ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പതിയെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് വെച്ചിട്ട് ഗേറ്റിലെത്തി. ഇനി 1 മണിക്കൂർ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഗേറ്റിൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്ന എസ്തോണിയയിലേക്കാണ്. ബാൾട്ടിക് കൺട്രീസിൽ 3 രാജ്യങ്ങളാണല്ലോ ഉള്ളത്: എസ്തോണിയയും ലിത്വാനിയയും ലാത്വിയയും. അതിനകത്ത് എസ്തോണിയയുടെ തലസ്ഥാനമായ ടള്ളിനിലേക്കാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു യാത്രാ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങളുടെ ട്രിപ്പിൽ എൻ്റെയും നവീൻ്റെയും കൂട്ടത്തിൽ വിവേക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബോർഡിങ്ങിന് വെയിറ്റ് ചെയ്തിരുന്നു. 4:45 5 മണിക്ക് ആയപ്പോഴത്തേക്ക് അവർ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഫ്ലൈറ്റിന് അങ്ങോട്ടേക്ക് പോയി. വിസേറിൻ്റെ എയർലൈൻ ആയിരുന്നു. 6 മണിക്ക് തന്നെ അവർ ഫ്ലൈറ്റ് എടുത്തു. 10:10 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ടള്ളിനിൽ ലാൻഡ് ചെയ്തു. എസ്തോണിയും ഇറ്റലിയും തമ്മിൽ 1 മണിക്കൂറിൻ്റെ ടൈം ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ടാക്സി നോക്കുകയാണ്. ഇവിടെ എസ്തോണിയയിൽ നമ്മൾ വന്നേക്കുന്നത് ടള്ളിനിലാന്ന് പറഞ്ഞല്ലോ. ടള്ളിനിൽ ടള്ളിങ്ക്, ഫോറസ്, ബോൾട്ട് അങ്ങനെ കുറേ ടാക്സി സർവീസ് ഉണ്ട്. നമ്മളിപ്പം ബോൾട്ടിൽ ബുക്ക് ചെയ്തു. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്ത ടാക്സി വന്നു കേട്ടോ. നമ്മൾ സാധാരണ യാത്രയൊക്കെ ചെയ്യുമ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ടള്ളിനിൽ വന്നപ്പോൾ നമുക്ക് മനസ്സിലായത് ഇവിടുത്തെ ടാക്സി സർവീസൊക്കെ അത്യാവശ്യം ചീപ്പായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതലും ടാക്സി സർവീസാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലെത്തി. അപ്പാർട്ടിൽ വന്നപ്പോൾ ഇവിടെ ഒരു റിസപ്ഷൻ ഏരിയ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഫുൾ ഓൺലൈൻ സർവീസ് ആയിരുന്നു. അവർ ഓൾറെഡി നമുക്ക് എങ്ങനെയാണ് കീ എടുക്കേണ്ടത് എന്നുള്ളതും അത് ആക്സസ് ചെയ്യാനുള്ള ലിങ്കും ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫോളോ ചെയ്തപ്പോൾ നമുക്ക് കീ എടുക്കാൻ വേണ്ടി പറ്റി. കീ എടുത്ത് നമ്മൾ റൂമിൽ വന്നു. ചെറിയൊരു ലിവിങ് ഏരിയയും അതിനോട് ചേർന്ന ഒരു കിച്ചൺ സ്പേസും പിന്നെ ബെഡ്റൂമും ഒക്കെ ആയിട്ട് ഒരു നല്ല ഹോട്ടലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് സൂപ്പർ മാർക്കറ്റിൽ സാധനം മേടിക്കാൻ ഇറങ്ങിയതാണേ. സാധനം മേടിച്ചു, തിരിച്ചു വന്നു. യൂറോ തന്നെയാണ് അവർ അക്സെപ്റ്റ് ചെയ്ത്. യൂറോ ഇവിടെ എടുക്കും. പിന്നെ ഇംഗ്ലീഷിലൊക്കെ എല്ലാവരും സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എസ്തോണിയയിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് എസ്തോണിയനാണ്. അങ്ങനെ സാധനമൊക്കെ മേടിച്ച് റൂമിൽ പോയി ഞങ്ങൾ കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തു. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് വെച്ചിട്ട് ഞങ്ങൾ പതിയെ സിറ്റി കാണാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ ഗൂഗിളിൽ നമ്മളിങ്ങനെ നോക്കൂലേ എന്താ അവിടെ കാണാനുള്ളതെന്നൊക്കെ. അങ്ങനെ ഞാൻ ടള്ളിനിലെ കാണാനുള്ളതൊക്കെ നോക്കിയപ്പം ഏറ്റവും ആദ്യം ഗൂഗിളിൽ ഫോട്ടോസിലൊക്കെ വരുന്നത് ടള്ളിനിലെ ഈ ഓൾഡ് ടൗണിൻ്റെ ഫോട്ടോ തന്നെയാണ് കേട്ടോ. അപ്പം യൂറോപ്പിലെ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് അവർ പ്രിസർവ് ചെയ്ത് വെച്ചേക്കുന്ന മിഡീവിയൽ സിറ്റീസിൽ ഒന്നാണ് ഈ ടള്ളിനിലെ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഓൾഡ് ടൗണിൽ കൂടി ഇങ്ങനെയൊക്കെ നടന്നപ്പം ഈ ഒരു കുഞ്ഞു വീട് കണ്ടു കേട്ടോ. ലിറ്റിൽ റെഡ് ഹൗസ് എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. ഒരു ചെറിയ വീട് പോലെയല്ലേ വിചാരിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി നോക്കി. നല്ല ഭംഗിയായിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ, ചെറിയ ക്യൂട്ടായിട്ടുള്ള കമ്മലുകളൊക്കെ അവർ ഉണ്ടാക്കി അതിനുള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കണ്ടു വെച്ചിട്ട് പിന്നെ പതിയെ പുറത്തിറങ്ങി. അപ്പോൾ ഞങ്ങൾ എന്താണെങ്കിലും ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഉച്ചയായിരുന്നു ഓൾറെഡി. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. പിന്നെ ഇന്ത്യൻ ഫുഡിൻ്റെ മണമൊക്കെ അടിച്ചിട്ടുണ്ട്. എങ്ങനെ പോയാലും നമ്മൾ ഇന്ത്യൻ ഫുഡല്ലേ ആദ്യം കഴിക്കുക. അങ്ങനെ നമ്മൾ ആ ചക്ര എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് റൈസ് ഐറ്റവും ചിക്കൻ്റെ ഐറ്റവും ഒക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. ഫുഡ് എല്ലാവർക്കും ഇഷ്ടമായി. പിന്നെ ഫുഡെല്ലാം കഴിച്ച് വെച്ചിട്ട് ഞങ്ങൾ പിന്നെയും മിഡീവിയൽ ആ ഓൾഡ് ടൗണിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഈ ഒരു ലേഡീനെ കണ്ടേ, നല്ല രസമുണ്ടായിരുന്നു. അവരായിട്ടേക്കുന്ന സ്റ്റാള് അവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സ്റ്റാളാണ്. ഓൾഡേ ഹൻസ എന്നായിരുന്നു ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. അപ്പോൾ നമ്മൾ എന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് കൂടുതലൊക്കെ ആ ലേഡീൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് അവർ ഈ ഓൾഡേ ഹൻസ റെസ്റ്റോറൻറ്റും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മെഡീവിയൽ ഷോപ്പ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പോൾ അതേക്കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് അതിൻ്റെ ഉള്ളിലൊന്ന് കയറി നോക്കി എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഇവരിങ്ങനെ സോപ്പ്, ഹണി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുകയാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇവർക്ക് വലിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഈ ഓൾഡേ ഹൻസ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് തന്നെയുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ രാത്രിയിലത്തെ ഫുഡ് എന്താണെങ്കിലും ഇവിടെ വന്നിട്ട് എസ്തോണിയയിലെ ട്രഡീഷണൽ ഫുഡായിട്ട് കഴിക്കാമല്ലോ ഓൾഡേ ഹൻസ എന്ന്. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് പതിയെ പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വെച്ചിട്ട് ഞങ്ങൾ ഈ പോകുന്നത് അലക്സാണ്ടർ നെവ്സ്കി കത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ടാണ്. സിറ്റിയിലെ ഏറ്റവും ലാർജസ്റ്റ് കപ്പോളോ ചർച്ചാണ്. നമ്മൾ ഈ ടള്ളിൻ്റെ
തള്ളിയിൽ എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് നോക്കുമ്പോൾ അതിനകത്ത് മെയിനായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ അലക്സാണ്ടർ നോവ്സ്കി കത്തീഡ്രൽ. 1894 1900 കാലഘട്ടത്തിൽ എസ്തോണിയ റഷ്യ ഭരിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഇത് പണിതയെന്നാണ് പറയുന്നത്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുന്നതിനൊന്നും കുഴപ്പമില്ല, ഫ്രീ ആണ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ അവർ വീഡിയോ എടുക്കാനോ ഒന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ കയറിയ ഗ്യാപ്പിൽ എടുത്തൊരു വീഡിയോ ആണ് ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു ചർച്ച് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അവിടുന്ന് ഞങ്ങൾ സെൻറ്റ് നിക്കോളാസ് ചർച്ച് കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഒരു ഏരിയയിൽ തന്നെ ഉള്ളതെല്ലാം കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കണ്ട് പോകാമല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ വന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു ചർച്ചല്ല, ഒരു മ്യൂസിയം ആണ്. 13-ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചത്. പിന്നെ വേൾഡ് വാർ 2ൻ്റെ സമയത്ത് അത് ഫുള്ളായിട്ട് പൊളിഞ്ഞു പോയി വെച്ചിട്ട് ഇവർ പിന്നീട് ഇത് മാറ്റി ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ പോയതൊരു സൺഡേ ആയതുകൊണ്ട് മ്യൂസിയത്തിന് ഉള്ളിൽ കയറിയിട്ട് എനിക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിൽ പോയി കുറച്ച് നേരമൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ പതിയെ നൈറ്റിൽ പുറത്തിറങ്ങി. അപ്പം നൈറ്റിൽ സിറ്റി കാണാൻ പ്രത്യേക ഭംഗിയാണല്ലോ, അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം നമ്മൾ നൈറ്റ് നടക്കാൻ ഇറങ്ങി. അപ്പം വീരു ഗേറ്റിൻ്റെ അവിടെ വന്നതാണ്. അതിൻ്റെ സൈഡിൽ ഫുള്ള് ഫ്ലവർ ഷോപ്സ് ആണ്. ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നില്ലേ ഒരു മെഡീവൽ റെസ്റ്റോറൻറ്റ്, ഓൾഡേ ഹൻസ എന്ന് പറഞ്ഞ്, അവിടെ തന്നെ വന്നു. ഇതിൻ്റെ അപ്പുറത്തെ സൈഡാണിത്. ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ റെസ്റ്റോറൻറ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അവരെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, 3 പേരുടെ റിസർവേഷൻ. അപ്പോൾ അവരത് ചെക്ക് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് കയറി. 3 നിലയിലായിട്ടാണ് ഇവർ ഈ റെസ്റ്റോറൻറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലായിരുന്നു ഇരുന്നത്. ഇവിടെ എവിടെ ഇലക്ട്രിസിറ്റി വെച്ചിട്ടുള്ള ലൈറ്റൊന്നും കണ്ടിട്ടില്ല, ഫുള്ള് മെഴുകുതിരി കത്തിച്ചാണ് വെച്ചേക്കുന്നത്. 15-ാം നൂറ്റാണ്ടിനെ ആസ്പദമായിട്ടാണ് ഇവരെല്ലാം ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ ഡ്രിങ്ക്സ് എന്താ സജസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ അവർ ബിയർ സജസ്റ്റ് ചെയ്തു, ജിഞ്ചറിൻ്റെയും ഹണിയുടെയും ഹേർബ്സ് ഇട്ടിട്ടുള്ള ബിയർ. പിന്നെ ഫുഡ് എന്താ വേണ്ടതെന്ന് അയാൾ നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ. അയാളുടെ ഡ്രസ്സിങ് സ്റ്റൈലും വർത്തമാന രീതിയൊക്കെ പഴയ മിഡീവിയൽ സ്റ്റൈലിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇവർ കാട്ടിൽ പോയി വേട്ടയാടി പിടിച്ചുകൊണ്ട് വരുന്ന മൃഗങ്ങളുടെ മാംസമാണ്, മീറ്റാണ് ഇവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത്. അങ്ങനെ നമ്മൾ അങ്ങനത്തെ മീറ്റൊക്കെ ഓർഡർ ചെയ്തു. 700 വർഷം പഴയ റെസിപ്പി ഉപയോഗിച്ചാണ് ഇവർ ഈ മീറ്റ് കുക്ക് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്നാലും ഫുഡ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ അവർ ഒരു മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല എന്തോ ഒരു ഈ പഴയ വൈക്കിംഗ് സെറ്റിലൊക്കെ പോയി ഇരുന്ന് ഫുഡ് കഴിക്കുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ആരെങ്കിലും ഒക്കെ ഇനി ടള്ളിയിൽ വരുന്നുണ്ടെങ്കിൽ ഈ ഓൾഡേ ഹൻസ റെസ്റ്റോറൻറ്റ് എന്താണെങ്കിലും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. മോർണിംഗ്. അപ്പം നമ്മൾ ടള്ളിയിലെ 2ാമത്തെ ദിവസമായിട്ടോ, ഭയങ്കര രാവിലെയാണ്, ഭയങ്കര രാവിലെ 6:15 ഞങ്ങൾ നേരത്തെ എണീറ്റ് വെച്ചിട്ട് ഭയങ്കര ക്രൗഡില്ലാണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും എടുക്കാൻ വേണ്ടിയിട്ട് ഈ സിറ്റിയുടെ പനോറമിക് വ്യൂ കിട്ടുന്ന ഒരു ഹില്ലുണ്ട്, അങ്ങോട്ടേക്ക് പോകുക. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ മഴയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് രാവിലെ എണീറ്റ് കാണാനുള്ളതൊക്കെ ഒന്ന് ഓടി നടന്ന് കാണാമല്ലോ എന്ന്, പിന്നെ റെസ്റ്റ് എടുക്കാമല്ലോ. അങ്ങനെ രാവിലെ ഞങ്ങൾ എണീറ്റ് വന്നതുകൊണ്ട് ഭയങ്കര കാമായിരുന്നു സിറ്റി. ഒരുപാട് ആൾക്കാരോ ബഹളങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളിപ്പോൾ വന്നേക്കുന്ന ഹില്ലിൻ്റെ പേര് ടൂംബിയ ഹില്ലെന്നാണ്. ഇതാണ് ടള്ളിൻ ഓൾഡ് ടൗണിലെ ഹയസ്റ്റ് പോയിൻറ്റ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് സിറ്റി ഓൾഡ് ടൗണിൻ്റെ ഫുള്ള് വ്യൂ കാണാൻ വേണ്ടി പറ്റും. പിന്നെ ടൂംബിയ ഹില്ലിൽ നിന്ന് നല്ല പനോറമിക് വ്യൂ ഒക്കെ കണ്ട് നമ്മൾ താഴോട്ട് ഇറങ്ങി. അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഇവിടുത്തെ ബിൽഡിങ്ങുകളുടെ ഒക്കെ ഡോർസ് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, നല്ല കളർഫുൾ ഡോർസാണ്, വുഡൻ ഡോർസാണ്, പക്ഷെ നല്ല കളർഫുള്ളാണ്. പിന്നെ അവിടെ നിന്ന് മുമ്പ് വന്നപ്പം നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അലക്സാണ്ടർ നോവ്സ്കി കത്തീഡ്രൽ, അവിടെ ഭയങ്കര കാമായിട്ട് ആളും ബഹളവും തിരക്കൊന്നും ഇല്ലാണ്ട് കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ രാവിലെ അല്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കഫേ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ വന്നു. ഞങ്ങൾ ഈ ബാൾട്ടിക് സ്റ്റേറ്റ്സിൽ കുറേ അടുത്ത് ഈ കഫേ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നോക്കിയപ്പം സാധാ പോലെ മധുരത്തിൻ്റെ ഐറ്റംസ് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു ക്യാപ്ച്ചിനോയും ബ്രയോഷും ഓർഡർ ചെയ്ത് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റായിട്ട്. പിന്നെ ടള്ളിയിൽ ഞങ്ങൾ സെക്കൻഡ് ഡേ വേറൊരു സ്ഥലത്തായിരുന്നു കേട്ടോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ നമ്മൾ കീ അവർ പറഞ്ഞ രീതിയിൽ ഡ്രോപ്പ് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ അടുത്ത സ്റ്റേയിലേക്ക് പോയി. ഐബിസിലായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ട് ചെക്ക് ഇൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഓൾഡ് സിറ്റീൻ്റെ അപ്പുറത്തെ സൈഡിൽ ഹാർബറിൻ്റെ സൈഡിലേക്ക് എന്തൊക്കെയാണ് ഉള്ളത് ടള്ളിൻ്റെ ഹാർബർ സൈഡിൽ കാണാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇത് ടള്ളിൻ ലിന്ന ഹാൾ എന്ന് പറയുന്ന ഏരിയ ആണ് കേട്ടോ. മുന്നേ ഒരുപാട് ഇവൻറ്റ്സ് ഒക്കെ ഇവിടെ വെച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അബാൻഡൻ പ്ലേസ് പോലെ ഇതിങ്ങനെ ആളൊഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം ഞങ്ങൾ നടന്നു വെച്ചിട്ട് പിന്നെ നമ്മൾ ക്രൂസ് ടെർമിനലിലോട്ട് വന്നു. അപ്പോൾ ഈ പോർട്ട് ഓഫ് ടെർമിനൽ ടള്ളിൻ്റെ ഈ പോർട്ടിൽ നിന്നാണ് നമ്മൾ ഈ ഫിൻലാൻഡ് ഹെലൻസ്കിയിലൊക്കെ പോകുന്ന ക്രൂസൊക്കെ എടുക്കുന്നത്. ഭയങ്കര ഓപ്പൺ സ്പേസ് ആയിട്ട് കുറേ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, ആൾക്കാർക്കൊക്കെ വന്ന് ജോഗിങ് ചെയ്യാനും പോകാനും ഒക്കെ ഉള്ള സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ടള്ളിൻ എഴുതിയേക്കുന്ന ബോർഡും ഈ പോർട്ട് ഓഫ് ടെർമിനലിൻ്റെ അടുത്തുനിന്നാണ് കണ്ടത്. നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു.
ടള്ളിൻ്റെ പോർട്ട് ഹാർബർ സൈഡിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ഓൾഡ് സിറ്റിയിലോട്ട് വന്നു കേട്ടോ. കാരണം അന്ന് ഞങ്ങൾ പോയത് ഈസ്റ്റർ സൺഡേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറേ അവിടെയുള്ള മ്യൂസിയംസ് കുറച്ചൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു, ഷോപ്സും കുറച്ചൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഷോപ്പ് കണ്ടു. അപ്പോൾ അവിടുന്ന് സുവനീർ മേടിച്ച് വെച്ചിട്ട് ഓൾഡ് സിറ്റിയിലോട്ട് തന്നെ വന്ന് അവിടുന്ന് ലൈറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഈവനിങ് ഇന്ന് മഴയുണ്ടായിരുന്നു. ഓൾറെഡി മഴ പെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ച് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ആടുജീവിതം റിലീസ് ടണലിലുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ എന്താണെങ്കിലും മഴയാണല്ലോ, അപ്പോൾ നമുക്ക് സിനിമ കാണാൻ പോകാം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് തിയേറ്ററിലേക്ക് പോയി. ഞങ്ങൾ കുറച്ച് മലയാളികളെയൊക്കെ പരിചയപ്പെട്ടു. ഭയങ്കര ഫുള്ളൊന്നും ആയിരുന്നില്ല തിയേറ്റർ. എനിക്കൊന്നും അത്യാവശ്യം ഉണ്ടായിരുന്ന മലയാളികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പടം അടിപൊളിയായിരുന്നു, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നമുക്ക് എല്ലാവർക്കും പടം ഇഷ്ടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടണലിൽ. ഞങ്ങൾ 3 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം നമ്മൾ ടണലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ലാത്വിയയിലെ റിഗയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ടണലിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ബാൾട്ടിക് കൺട്രീസിലെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്തടുത്ത വീഡിയോയിൽ ഇടാം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ ബൈ.